friends, welcome to Neethas Tasteland. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നോൺ വെജിറ്റേറിയൻസിന് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ഉണക്ക ചെമ്മീൻ വറുത്തത്. നമ്മുടെ വ്യൂവേഴ്സിൽ വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ ഇന്ന് ഒരു ദിവസത്തേക്ക് ക്ഷമിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ ഉണക്ക ചെമ്മീൻ വറുത്തത്. അപ്പോൾ ഞാൻ കുറച്ച് ഈസി ആയിട്ടുള്ള റെസിപ്പി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉണക്ക ചെമ്മീൻ്റെ റെസിപ്പി ഇന്ന് തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ ഉണക്ക ചെമ്മീൻ വറുത്തത് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ചെറിയ ഉള്ളി, നമ്മുടെ സാധാരണ ഉള്ളി ചേർത്തിട്ട് തന്നെ ഈ ഒരു ഉണക്കച്ചെമ്മീൻ വറുത്തത് ഉണ്ടാക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ ആ സവാള മൊരിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇതിലുള്ള ആ ഉള്ളി മാത്രം കൂട്ടിയിട്ട് ചോറുണ്ണാണെങ്കിലും നമുക്ക് വയറ് നിറയെ ചോറുണ്ണാൻ പറ്റും. ആ ഉള്ളി മാത്രം എടുത്ത് കഴിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് നമ്മൾ ഉണക്കച്ചെമ്മീൻ്റെ കൂടെ ചേർത്ത് മൊരിച്ചെടുക്കുന്ന ആ ഉള്ളിക്കും കൂടി. അപ്പോൾ അത് അറിയാത്ത ആളുകൾ ഉണ്ടോ എന്നറിയില്ല, അതുകൊണ്ടാണ് ഞാനിന്ന് പറഞ്ഞത്. ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ വീടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് റോഡിൽ വണ്ടിയുടെ നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇന്ന് ഇപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ റൂമിൻ്റെ അകം തന്നെ കണ്ടിട്ട് ബോറടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ എപ്പോഴും വണ്ടികളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ സൗണ്ട് ഡിസ്റ്റർബൻസ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റൂമിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് ഇൻട്രോ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ബോറടിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ചേഞ്ച് ആയിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഉണക്കച്ചെമ്മീൻ വറുക്കുന്നതിന് നമ്മളിപ്പോൾ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്, മുളക് ചതച്ചതും എടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉള്ളി ചതച്ചത്, കറിവേപ്പില, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളിച്ചെണ്ണ, ഉപ്പ്. ഇതിപ്പോൾ ചതച്ച മുളക് അധികം കളർ ഇല്ലാത്ത മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡറും കൂടി എടുത്തത്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ വറുത്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള കളർ ഉണ്ടാവും. ഇതിപ്പോൾ 150 ഗ്രാം ഉണക്കച്ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടൊന്നുമില്ല, ക്ലീൻ ചെയ്തെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഉണക്കച്ചെമ്മീൻ്റെ ഈ നടുഭാഗത്തുള്ള ഒരു ചെമ്മീൻ്റെ കാല് പോലെയുള്ള പോർഷൻ ഉണ്ടല്ലോ, അതും മാറ്റിയിട്ടുണ്ട്, തലയും വാലും മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റാത്ത മടിയുള്ള ആളുകളാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളം മാർക്കറ്റിൽ ചെന്നപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന ചെമ്മീൻ കണ്ടു. അപ്പോൾ അതിൻ്റെ വില എനിക്കറിയില്ല, ഞാൻ ഈ ചെമ്മീനാണ് വാങ്ങിച്ചത്. അപ്പോൾ മടിയുള്ള ആൾക്കാർക്ക് എറണാകുളം മാർക്കറ്റ് വരെ പോവുകയാണെങ്കിൽ ക്ലീൻ ചെയ്ത ചെമ്മീൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെമ്മീൻ ഒരു 3-4 പ്രാവശ്യം നന്നായി വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് വെക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണക്ക മീനാണ് വാങ്ങിക്കുന്നതെങ്കിൽ മീനിന് ഉപ്പുണ്ടാവും, പക്ഷെ ചെമ്മീനിൽ ഉപ്പ് പുരട്ടാറില്ല. അപ്പോൾ നമ്മൾ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചാലേ ചെമ്മീനിലേക്ക് കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം എടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെമ്മീന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നേ. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് കഴിച്ചു നോക്കുക, ഉപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഉള്ളിയിലേക്ക് ഉപ്പ് ചേർത്താൽ മതി. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീനിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ചു വരണം. പിന്നെ ഇതിൽ നമ്മൾ സവാള ചേർക്കരുത്, ഉള്ളി തന്നെ ചേർക്കുക. ഉള്ളി മൊരിഞ്ഞത് കഴിക്കുമ്പോഴാണ് ഉണക്കച്ചെമ്മീൻ വറുത്തതിൻ്റെ ടേസ്റ്റും ആ ഉള്ളിയുടെ ടേസ്റ്റും എല്ലാം ചേർത്തിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റുന്നത് നന്നായിട്ട്. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉണക്കച്ചെമ്മീൻ വറുക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ചീനച്ചട്ടിയിലാണ് വറുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ വറുക്കണം എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ വറുക്കാം. ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഉണക്കച്ചെമ്മീൻ വറുത്ത് കോരി എടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ മുളകൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വലിയ ചീനച്ചട്ടി വേറെ കറി റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ചെറിയ ചീനച്ചട്ടിയിൽ ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, ഒരുമിച്ച് തന്നെ ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഒരുമിച്ച് ഇടാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത്രയും സമയം സേവ് ചെയ്യാം. ഈ ഉപ്പ് ഉള്ള വെള്ളം ഉണ്ടല്ലോ, ചെമ്മീൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അത് ചേർക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ ഒരു കുഴഞ്ഞ പോലെയായി പോവും. ഞാൻ എപ്പോഴും വലിയ ചട്ടിയിലാണ് വറുക്കാറുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ഒരുമിച്ചിടാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് തന്നെ ഇടാം.
ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഉണക്കച്ചെമ്മീൻ നമ്മൾ വറുക്കുന്ന സമയത്ത് നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്താണ് കറി എന്നുള്ളത് ഉണക്കച്ചെമ്മീൻ്റെ സ്മെല്ല് എല്ലാ വീടുകളിലേക്കും എത്തും. അതൊരു പോസിറ്റീവാണ് നെഗറ്റീവാണ്. എന്താണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഉണക്കച്ചെമ്മീൻ്റെ സ്മെല്ലാണെന്ന് അറിയാത്ത, ഇപ്പോൾ വെജിറ്റേറിയൻസൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉണക്കച്ചെമ്മീൻ്റെ സ്മെല്ലാണെന്ന് അറിയാതിരിക്കുമ്പോൾ അവർക്ക് ഇതെന്താ ഈ വീട്ടിലൊരു ബാഡ് സ്മെൽ എന്നുള്ള പോലെ തോന്നും. പക്ഷേ ഉണക്കച്ചെമ്മീനാണ് എന്നറിയാവുന്ന ആളുകൾക്ക് അത് വളരെ ഇഷ്ടപ്പെടുന്നൊരു മണം തന്നെയായിരിക്കും. ഇതിന് മുന്നേ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ദിവസം ഞണ്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഞണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിളച്ച് വരുമ്പോൾ ഒരു ഞണ്ടിൻ്റേതായൊരു മണമുണ്ടല്ലോ. ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു ഗസ്റ്റ് വന്നു. പുള്ളിക്ക് വീട്ടിലേക്ക് കയറാനും വയ്യ പോകാനും വയ്യാത്തൊരവസ്ഥയിലേക്കായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഉണക്കച്ചെമ്മീൻ അത്രയ്ക്ക് ടേസ്റ്റിയുമാണ്. ഉണക്കച്ചെമ്മീനെ നമ്മൾ കുറ്റം പറയല്ല കേട്ടോ. ഇത് കുറച്ച് സമയം എടുക്കും ഒന്ന് കുക്കായി വരാൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകിയതിന് ശേഷമാണ് ഉപ്പ് പുരട്ടിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉണക്കച്ചെമ്മീൻ ആ ഒരു നനവുണ്ട്. നമ്മൾ വീട്ടിൽ ഉണക്കിയെടുക്കുന്നതല്ലല്ലോ, വാങ്ങിക്കുന്നതല്ലേ. പിന്നെ ഞാൻ മടിയുള്ള ആളുകളെന്ന് പറഞ്ഞത്, ചില ആളുകൾക്ക് മടി ഉണ്ടാവും ഉണക്കച്ചെമ്മീൻ നന്നാക്കി എടുക്കാനായിട്ട്, ചില ആളുകൾക്ക് ഇപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞു തന്നത്. ഇതുവരെ മാർക്കറ്റിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായില്ല, ഇപ്രാവശ്യം പോയപ്പോഴാണ് ഇതുപോലൊരു കാഴ്ച കണ്ടത്. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. കുറച്ച് സമയം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം ചട്ടിയിലേക്ക് ഇടുമ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇട്ടതിന് ശേഷം വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് വയ്ക്കുന്നതെങ്കിൽ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ കറക്റ്റായിട്ട് കുക്കായി വരണം എന്നുണ്ടെങ്കിൽ കൈ എടുക്കാതെ നമ്മൾ ഇളക്കണം. അല്ലെങ്കിൽ ആ ഒരു അടിഭാഗം മാത്രം കുക്കാവുള്ളൂ, മുകൾ ഭാഗം കുക്കാവില്ല. ഇവിടെ കിച്ചൂസിന് വളരെ പ്രിയപ്പെട്ടൊരു വിഭവമാണ് ഉണക്കച്ചെമ്മീൻ. ഉണക്കച്ചെമ്മീനും പഴംപൊരിയും, ഉണക്കച്ചെമ്മീനും കപ്പയും, ഉണക്കച്ചെമ്മീനും ചപ്പാത്തിയും, എന്ത് സാധനം കഴിക്കാനും കിച്ചൂസ് ഉണക്കച്ചെമ്മീൻ ഉണ്ടെങ്കിൽ കഴിച്ചോളൂ. ചോറ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം കഴിക്കും. ചോറ് കഴിക്കാൻ മാത്രം ഭയങ്കര മടിയാണ്. മടിയെന്നല്ല, കിച്ചൂസ് ഓണത്തിനോ വിഷുവിനോ പോലും ചോറ് കഴിക്കാത്തൊരു, ഇതൊരു പ്രത്യേകതരം ജീവി എന്നൊക്കെ പറയില്ലേ, ചില ആളുകളുണ്ട്. ഇപ്പോൾ ചില സാധനങ്ങൾ ഇഷ്ടമല്ല. അതുപോലെ കിച്ചൂസിന് ചോറിനെ പേടിയാണെന്ന് തന്നെ പറയാം. പേടിയുണ്ട്, ചോറ് തൊടില്ല. ആ സമയം ചപ്പാത്തി 4 നേരം കൊടുത്താലും കഴിച്ചോളൂ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഉപ്പ് ചേർത്ത ചെമ്മീൻ എണ്ണയിലേക്ക് ഇട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ എണ്ണയ്ക്ക് ചെറിയ ഉപ്പുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെമ്മീൻ കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു ചെമ്മീൻ കഴിക്കുക, ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എണ്ണയിലും ഉപ്പുണ്ടെന്നുള്ള ആ ഒരു ഓർമ്മയിൽ തന്നെ നമ്മൾ വീണ്ടും കുറച്ച് ഉപ്പേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ചെമ്മീൻ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉള്ളി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്യുക എന്നുള്ളതിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കച്ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുക, അതുപോലെ തന്നെ ഉള്ളി പൊടിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് രണ്ടും മടി പിടിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരാഴ്ചത്തേക്കൊക്കെ അത്യാവശ്യം ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച വരെ ഇരിക്കും. പിന്നെ ചില വീടുകളിൽ ഒരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാഹചര്യങ്ങളനുസരിച്ച് വേഗം തീർന്നു പോകാൻ. ചില കറികൾ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ വേഗം തീർന്നു പോവില്ലേ. ചില കറികളാണെങ്കിൽ 2-3 ദിവസം ഇരുന്നാലും ആർക്കും അത്ര വലിയ മൈൻഡൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഈ കറിക്ക് അത്ര വലിയ ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഈ കറി കാണാൻ ഭംഗിയില്ല എന്നൊരു മൈൻഡായിരിക്കും. പിന്നെ ഉണക്കച്ചെമ്മീൻ ഫ്രൈ ആയി വരുമ്പോൾ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് കുക്കിംഗ് തുടങ്ങുന്ന കുട്ടികൾക്ക് ഉണക്കച്ചെമ്മീനൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ, എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പിന്നീട് നമുക്കത് മനസ്സിലാവുള്ളൂ, ഇങ്ങനെയൊക്കെയാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കിളുങ്ങുന്ന പോലെയുള്ള ഒരു സൗണ്ട് വരും. അങ്ങനെയാണ് നമ്മുടെ ഉണക്കച്ചെമ്മീനൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ ആ ഒരു സൗണ്ട് ആയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇളക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാതെ അങ്ങ് മൂത്ത് പോകും. ഇപ്പോൾ ഞാൻ ഈ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ എണ്ണയിലേക്ക് തന്നെ ഉള്ളിയൊക്കെ ചേർത്തിട്ട് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും ചെമ്മീൻ മാറ്റിയതിന് ശേഷമാണ് ഉള്ളി ചേർക്കാറുള്ളത്. ഇതിൻ്റെ ഒരു ആവി അടിച്ചിട്ട് ഇടയ്ക്ക് സൗണ്ടൊക്കെ ഒന്നും സംസാരം കട്ടായി പോകുന്നു. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുന്നത്. ഉള്ളി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെമ്മീന് ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ട്, അപ്പോൾ നമുക്ക് ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം.
എണ്ണയ്ക്ക് ഉപ്പുള്ളതാണ്, അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കുറച്ച് ഉപ്പ് ചേർക്കാണ്. അപ്പോൾ ഈ ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് മുളക് ചതച്ചത് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചതച്ചത് ചേർക്കാം. 2 ടൈപ്പ് മുളക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഉള്ളി ഒന്നുകൂടി കുക്കായി വരുമ്പോൾ നമ്മുടെ ചതച്ച മുളക് ചേർക്കും. അതിനുശേഷം അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ചേർക്കാം. അപ്പോൾ ചതച്ച മുളക് ചേർക്കാണ്. ചതച്ച മുളക് വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണക്കച്ചെമ്മീൻ വറുത്തത് കാണാൻ ഭംഗി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കുക. ഇത് എരിവിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു മുളക് ചേർത്തത്. ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ ഉള്ളി കുക്കാവുന്നതനുസരിച്ച് തന്നെ നമ്മുടെ കറിവേപ്പിലയും നന്നായിട്ട് മുരിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ വീഡിയോ അപ്ലോഡായി എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രം. അപ്പോൾ ഇതെന്താ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാൻ പറ്റുമോ, വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. സമയത്ത് വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഉള്ളി കുക്കായി കഴിഞ്ഞു. നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. പിന്നെ എരിവെല്ലാം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ചേർക്കുന്ന അളവ് തന്നെ നിങ്ങൾ ചേർക്കണം എന്നില്ല. അപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ കളറേ കൂടുതൽ ഉണ്ടാവുള്ളൂ, എരിവ് അധികം ഉണ്ടാവില്ല. ഇനി മുളക് പൊടിയുടെയും ആ ഒരു റോ ടേസ്റ്റും റോ സ്മെല്ലും ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വിട്ടു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ കുറവായി തോന്നി, അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചേർക്കാം. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഉള്ളി ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഉള്ളി ചേർക്കണ്ട കേട്ടോ. ഞാനപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞിരുന്നല്ലോ, ഇത്രയും ഉള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉള്ളി കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഉള്ളിക്ക് തന്നെ ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഉള്ളി മാത്രം ചേർത്തിട്ടാണെങ്കിലും ചോറ് കഴിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉള്ളി കൂടുതൽ ചേർക്കുന്ന കാര്യം പറഞ്ഞത്. ഉള്ളി അധികം ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുള്ളി ചേർക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ വറുത്തത് റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ചൂട് മാറി കഴിയുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് വേഗം തന്നെ ചെമ്മീൻ ചീത്തയായി പോവും. അപ്പോൾ ചൂട് മാറിയതിന് ശേഷം മാത്രം അടച്ചു വയ്ക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉണക്ക ചെമ്മീൻ വറുത്തത് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ശബരിമല സീസണൊക്കെയാണ്, പിന്നെ നോമ്പൊക്കെ എടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഞാനിപ്പോൾ ഉണക്ക ചെമ്മീൻ വറുത്തത് കാണിച്ച് കൊതിപ്പിച്ചതിന്. അപ്പോൾ മലയ്ക്കൊക്കെ പോയി വന്നതിന് ശേഷം ഉണക്കച്ചെമ്മീനൊക്കെ വറുത്ത് കഴിക്കാം. എന്തായാലും എല്ലാവരും ചോറിൻ്റെ കൂടെ ചേർത്ത് ഉണക്കച്ചെമ്മീൻ വറുത്തത് കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്കും കൊടുക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.